ഈ നിമിഷം ഞാൻ പ്രണയത്തെ പറ്റി സംസാരിക്കാൻ വേണ്ടി എടുക്കുകയാണ്. ഒരാൾക്ക് എത്ര വയസ്സ് വരെ പ്രണയിക്കാം? അത് ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഈ രാഹുൽ ഉദ്ദേശിക്കുന്ന പ്രണയമാണോ? അല്ല, നമ്മൾ പ്രണയിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ ഭാര്യ അത് കയ്യോടെ പിടിക്കുകയാണ്, നമ്മൾ നഗ്നരായിട്ട് നിൽക്കുന്ന ഫോട്ടോകൾ ഭാര്യ എടുക്കുകയാണ്. ചോദ്യം മുഴുവിപ്പിക്കാൻ രാഹുൽ സമ്മതിക്കണം. രാഹുൽ ഉദ്ദേശിക്കുന്നത് പ്രണയമല്ല, രാഹുൽ ഉദ്ദേശിക്കുന്നത് മാംസത്തോടുള്ള കൊതിയെ പറ്റിയാണ് രാഹുൽ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇത് പത്തനാപുരത്ത് പത്തനാപുരത്തെ ജനപ്രതിനിധിയാണെങ്കിൽ MLA ആണെങ്കിൽ 59-ാം വയസ്സിലും 5000 പ്രണയം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അല്ല, ഈ 5000 പ്രണയം എന്ന് പറയുമ്പോ അതൊരു ഗന്ധർവന്മാരൊക്കെ ഇല്ലേ അങ്ങനെ 5000? അത് ഇപ്പം നമ്മള് മഹാനടനായ മോഹൻലാലിനെ പറ്റി ഒരുപാട് പേര് ഇങ്ങനെ പറയാറുണ്ട്, പുള്ളിക്ക് ഇങ്ങനെ ഒരുപാട് സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ടെന്ന്. പക്ഷെ മോഹൻലാൽ അതൊക്കെ ചിരിച്ച് കളിച്ച് കളയുന്നു. ഒരാൾ വന്നതെന്ന് പറയാണ്, എനിക്ക് 5000 പ്രണയമുണ്ട്, കമലാസുരയെ പോലെയാണ് ഞാൻ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, അങ്ങനെ മഹാന്മാരുടെ പേരൊക്കെ കൂട്ടിയാണ്, ഞാൻ വലിയ മികച്ച പൊതുപ്രവർത്തകനാണ്. ഈ ബാലകൃഷ്ണനുള്ള സാറുണ്ടല്ലോ, കൊട്ടാരക്കര പഴയ MLA, കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യ, പുള്ളി കാര്യം എന്തൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ മറ്റേ പഞ്ചാബ് മോഡൽ പ്രസംഗവും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പുള്ളി നല്ല വൃത്തിയായിട്ട് പ്രസംഗിക്കുമായിരുന്നു. പലപ്പോഴും പുള്ളിയുടെ പ്രസംഗങ്ങൾ വിവാദങ്ങളിൽ ചെന്ന് പെട്ടിട്ടുണ്ട്. പക്ഷെ പുള്ളി ഒരിക്കലും ഈ പൊങ്ങച്ചം പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പണ്ട് ഈ എനിക്കറിയാവുന്ന ഒരാൾ പറഞ്ഞൊരു കഥയാണേ. അവിടെ നാട്ടില് ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ 40 വയസ്സുള്ള ഒരാളാണ്. 40 വയസ്സായിട്ട് ഇയാൾക്ക് കല്യാണമൊന്നും അങ്ങോട്ട് സെറ്റായില്ല. ഇയാളുടെ ചില സാഹചര്യങ്ങളുണ്ടെന്നും കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരു 35 വയസ്സൊക്കെ കഴിഞ്ഞപ്പോൾ പുള്ളി സാമ്പത്തികമായിട്ടൊക്കെ മെച്ചപ്പെട്ടു. പുള്ളി എല്ലാ ആഴ്ചയും വന്നിട്ട് ഇങ്ങനെ ഓരോ പെണ്ണുങ്ങളെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് അവർ തമ്മിൽ ബന്ധപ്പെട്ട കഥകൾ കൂട്ടുകാർക്കിടയിൽ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാ ആഴ്ചയും ഓരോ കഥയാണ്. ഓരോ പെണ്ണുങ്ങൾ ആ പെണ്ണിനെ കൊണ്ടുപോയി, ഈ പെണ്ണിൻ്റെ കൂടെ പോയി, മറ്റേ പെണ്ണിൻ്റെ കൂടെ, എല്ലാ ആഴ്ചയും പുതിയ പെണ്ണിൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ വിശദീകരിച്ച് പുള്ളി കഥ പറയും. അവസാനമാണ് ആ വലിയ സത്യം എല്ലാവർക്കും മനസ്സിലായത്, അയാൾക്ക് ഈ ലൈംഗികമായി ബന്ധപ്പെടാനുള്ള കഴിവില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ ഈ ആളുകൾ ഇയാളോട് ചോദിച്ചത്രേ, പിന്നെ എന്തിനാടാ നീ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞത്? പറഞ്ഞ് അതിനകത്ത് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമായിരുന്നു. അത് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ, അത് ഈ പുള്ളി ഇന്ന് മാധ്യമങ്ങളോട് വളരെ കൂളായിട്ട് പറയുന്നത് എനിക്ക് പ്രണയങ്ങളുണ്ട്. ഇത് പ്രണയമല്ല രാഹുൽ. ഇപ്പോൾ വിവാഹം കഴിച്ച ഒരാൾക്ക് പിന്നെ പ്രണയിക്കാമോ എന്നൊക്കെ ചോദിച്ചാൽ പറ്റും എന്നൊക്കെ തന്നെയാണ് എൻ്റെ മറുപടി. പക്ഷേ ഈ ഗണേഷ് കുമാറിൻ്റെ കേസിൽ ഇത് പ്രണയമല്ല. നോക്കൂ, നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പം വരെ ഈ ഭാര്യ പരാതിപ്പെടാത്തിടത്തോളം കാലം, ഭാര്യയുടെ ഒരു പബ്ലിക് ഡൊമൈനിൽ ഒരു സ്റ്റേറ്റ്മെന്റ് വരാത്തിടത്തോളം കാലം നമുക്ക് തുറന്നു പറയാൻ സാധിക്കില്ല. ഗണേഷ് കുമാറിന്റെ ഒരു ചരിത്രം നമ്മൾ എടുക്കണം. ഇന്ന് അദ്ദേഹം ചരിത്രം പറഞ്ഞതുകൊണ്ട് ഞാനും ചരിത്രം പറയാൻ തീരുമാനിക്കാം. 25 വർഷങ്ങൾക്ക് മുമ്പ് പത്തനാപുരം CPIയുടെ കോട്ടയായിരുന്ന പത്തനാപുരം, ഈ പത്തനാപുരത്തേക്ക് പുതിയൊരു സ്ഥാനാർത്ഥി വരികയാണ്. കേരള കോൺഗ്രസ് ബിക്ക് സീറ്റ് കൊടുത്തു. KB ഗണേഷ് കുമാർ. അന്ന് KB ഗണേഷ് കുമാറല്ല, ഗണേശൻ, മലയാള സിനിമയിലെ ഗണേശൻ. അപ്പൊ ഇദ്ദേഹം പറയുന്നത് R ബാലകൃഷ്ണപിള്ള സാറിന്റെ മകനായ KB ഗണേഷ് കുമാർ. സാറൊന്ന് തിരുത്തുന്നുണ്ട് ഇടയ്ക്ക് വെച്ചപ്പോഴും, എന്ത് എന്റെ മകനല്ല, അത് എനിക്ക് ഭാര്യ പറയുന്നത് വരെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. അത് ബാലകൃഷ്ണപിള്ള സാർ പറഞ്ഞു. ഇദ്ദേഹം ഇപ്പോഴും പറയുന്നത് R ബാലകൃഷ്ണപിള്ള സാറിനെ കൂട്ടുപിടിക്കുകയാണ്. പുള്ളി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും R ബാലകൃഷ്ണപിള്ള സാറിന്റെ മോൻ, R ബാലകൃഷ്ണപിള്ള സാറിന്റെ മോൻ. ഞങ്ങൾക്കറിയാം ഇയാള് ബാലകൃഷ്ണപിള്ള സാറിന്റെ മോന, കാരണം രൂപമൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. നമുക്ക് നാട്ടുകാർക്കൊന്നും സംശയമൊന്നുമില്ല. പുള്ളി പിന്നത്തിനാണ് ഈ സംശയമുള്ള ഇടയ്ക്കിടയ്ക്ക് R ബാലകൃഷ്ണപിള്ള സാറിന്റെ മോൻ, R ബാലകൃഷ്ണപിള്ള സാറിന്റെ മോൻ പണ്ട് പറഞ്ഞൊരു പ്രസ്താവന അത് പുള്ളിയുടെ മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ടായിരിക്കും, എനിക്കറിയില്ല. പുള്ളിയുടെ പിതൃത്വത്തെ ചോദിച്ചതൊന്നും ഞാനല്ല. അപ്പോ ഈ പറയപ്പെടുന്ന KB ഗണേഷ് കുമാർ ഗണേശനായിട്ട് പത്തനാപുരത്ത് മത്സരിക്കാൻ വരുന്നു. പുള്ളി പറഞ്ഞ എന്താ, അന്ന് ഞാൻ മത്സരിക്കാൻ വരുമ്പോൾ എൻ്റെ അന്നത്തെ ഭാര്യ 25 പേജുള്ള പുസ്തകം ഇറക്കി നാട്ടിൽ പബ്ലിഷ് ചെയ്തു. അന്ന് ഇയാളെ നിന്ന പാർട്ടി ഏതാ? UDF. പബ്ലിഷ് ചെയ്തവരുടെ സപ്പോർട്ട് കൊടുത്തവരാരാ? LDF. ഇന്ന് ഇവന്റെ ചുറ്റിനും നിൽക്കുന്ന ഈ LDF-കാര്. ക്രൈം മാഗസിൻ ഇയാളുടെ കുൽസിത കഥകൾ എഴുതി. അന്ന് ഈ ക്രൈം മാഗസിൻ കൊണ്ടുവന്ന വീടാന്തരം വിതരണം ചെയ്തതാരാ? ഇന്ന് ഇവന് സിന്ദാബാദ് വിളിക്കുന്ന CPM-കാരായ അന്നത്തെ SFI-കാരനും DYFI-കാരനും AIF-കാരനും അല്ലയോ? അന്ന് അവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരന്റെയും KSU-കാരന്റെയും പണി എന്തുവായിരുന്നു? രാവിലെ പത്രക്കാരൻ വരുന്നത് നോക്കിയിരിക്കും. 5:30 മണിക്ക് പത്രക്കാരൻ ക്രൈം മാഗസിൻ വീട്ടിലേക്ക് എറിയുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരൻ മതിരിയാടുന്നു, ക്രൈം മാഗസിൻ എടുത്ത് കത്തിച്ചു കളയുന്നു. ആ യൂത്ത് കോൺഗ്രസ്സുകാരെ, ആ KSU-കാരെ 15 വർഷങ്ങൾക്കിപ്പുറം വെറും വൃത്തികെട്ടവന്മാരാക്കിക്കൊണ്ട് ചതിച്ചിട്ട് LDF-നൊപ്പം പോയ നേതാവിന്റെ പേരാണ് KB ഗണേഷ് കുമാർ. പരമകാരുണ്യവാനായി കേരളം ഭരിച്ച
വികസനവും കരുതലും ഒരുപോലെ ചേർത്ത് പിടിച്ച വന്ധ്യവയോധികരായിരുന്ന ഉമ്മൻചാണ്ടിയെ പെണ്ണുകേസിൽ കൊടുക്കാൻ മുന്നിൽ നിന്ന നേതാവിന്റെ പേരാണ് കെ വി ഗണേഷ് കുമാർ. ഒരുപക്ഷെ ചാണ്ടി ഉമ്മനേക്കാൾ കൂടുതൽ കെ വി ഗണേഷ് കുമാറിനെ തന്റെ സുഹൃത്തിന്റെ മകൻ എന്ന നിലയിൽ സ്നേഹിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി. മരണം വരെയും അദ്ദേഹം മനസ്സിൽ ഒളിപ്പിച്ച രഹസ്യങ്ങൾ. ഇനിയൊരു കാര്യം പറയട്ടെ, ഞാനിവിടെ ഒരു ഇന്റർവ്യൂ എടുത്തു മറ്റൊരു ചാനലിൽ. ആ ഇന്റർവ്യൂവിൽ വന്ന ഗസ്റ്റ് എന്നോട് പറഞ്ഞത് അറിയോ, മന്ത്രിമന്ദിരത്തിൽ കയറി കെ വി ഗണേഷ് കുമാറിനെ മർദ്ദിച്ചത് ആരാണെന്ന് അറിയാമോ രോഹിത്തെ? അപ്പൊ ഞാൻ പറഞ്ഞു ബിജു രാധാകൃഷ്ണൻ. അല്ല, സോളാർ കേസിലെ വിവാദ നായികയുമായുള്ള ബന്ധത്തിൽ അല്ല അടി കിട്ടിയത്. പിന്നെയോ തിരുവനന്തപുരത്തുള്ള ഒരു വീട്ടമ്മയുടെ ഭർത്താവാണ് വീട്ടിൽ കയറി അടിച്ചത്. അത് ബിജു രാധാകൃഷ്ണൻ തലയിൽ വെച്ച് കൊടുത്തതാ. ആ വീട്ടമ്മയുടെ പേര് അവരെന്നോട് പറഞ്ഞു. അവരുടെ അവസ്ഥ വളരെ മോശമാണ്, ഒരു ഡിവോഴ്സായി. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. നമ്മുടെ കൺമുന്നിൽ ഇപ്പോഴും ഏഷ്യാനെറ്റിന്റെ അടക്കം ഫീഡുകളിൽ കിടപ്പുണ്ട് ഡോക്ടർ യാമിനി തങ്കച്ചി, അതായത് കെ ബി ഗണേഷ് കുമാറിന്റെ ആദ്യ ഭാര്യ. വെറും ഒരു വീട്ടമ്മയൊന്നും ആയിരുന്നില്ല. ഇപ്പോ ഈ വിവാദങ്ങളിൽ തുറന്നു പറച്ചിൽ നടത്തിയ ബിന്ദു മേനോൻ വെറും വീട്ടമ്മയൊന്നും ആയിരുന്നില്ല. സ്വന്തം നിലയിൽ സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള, കുടുംബത്തിൽ നിന്ന് സ്വന്തം നിലയിൽ ജോലിയിൽ നിന്ന് ഒക്കെ വന്നവരാ. യാമിനി തങ്കച്ചി പറഞ്ഞതെന്താ? തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് മർദ്ദിക്കാൻ വന്നയാളുടെ കാലിൽ വീണ് മന്ത്രി കരഞ്ഞു വിളിച്ചു. അതിന്റെ ദേഷ്യം ബെഡ്റൂം അടച്ചിട്ട് എന്നോട് തീർത്തു. ശരി, അവിടെ നിർത്തണമായിരുന്നു സാറേ. താങ്കൾക്ക് പ്രേമിക്കാം, പ്രണയിക്കാം. ഇപ്പൊ ആദ്യ ഭാര്യയുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞു. ഓക്കെ, താങ്കൾക്ക് പ്രണയിക്കാനാണ് ഇഷ്ടം, ഈ റൂട്ടിൽ പോകാനാണ് ഇഷ്ടം. താങ്കൾ എന്തിന് രണ്ടാമതൊരു വിവാഹം കഴിച്ചു? ഒരു സ്ത്രീകളുടെ കൂടി ജീവിതം തകർത്തു. താങ്കൾക്ക് വിവാഹപ്രായമായ 2 ആൺമക്കൾ ആദ്യ ബന്ധത്തിലില്ലേ? ഉണ്ടല്ലോ. മക്കളെ വലിയ സ്നേഹത്തിൽ പിടിച്ചു ചേർത്ത് നിർത്തി KSRTC ബസ്സിന്റെ നാട്ടുകാരുടെ ഖജനാവിലെ പൈസ എടുത്ത് ബസ്സിന്റെ പെയിന്റ് അടിപ്പിച്ചല്ലോ, ഡിസൈൻ ചെയ്യിപ്പിച്ചല്ലോ. ഇനി ഇതെല്ലാം പോട്ടെ, ഇതെല്ലാം അങ്ങ് വിട്. ഇത് കെ ബി ഗണേഷ് കുമാറിന്റെ വ്യക്തിപരമായ കാര്യം, അയാളുടെ ഭാര്യയും അയാളും തമ്മിലുള്ള വിഷയമാണ്. അപ്പൊ ഇയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പറയുന്ന, അല്ലെങ്കിൽ കാണാത്ത സാഹചര്യത്തിൽ കണ്ടു എന്ന് പറയുന്ന ആ പെൺകുട്ടിക്ക് പരാതിയില്ലാത്തിടത്തോളം കാലം ഇതൊരു പീഡനമൊന്നുമല്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു വിഷയത്തിന്മേൽ ബിന്ദു മേനോനും ഇയാളും തമ്മിൽ പിരിയും. ഇതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്. ഇനി അവർ ഒത്തുപോകില്ല. ഇയാൾ വീണ്ടും ഒരു വിവാഹം കഴിക്കും. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, അതിനുവേണ്ടി അയാൾ കാത്തിരിക്കുകയാണ്. അതിന്റെ കഥകളൊക്കെ പത്തനാപുരത്തും കൊട്ടാരക്കരയിലും ഇപ്പോഴേ ഇതൊക്കെ പുള്ളിയുടെ പേഴ്സണൽ കാര്യം. ഒരാൾക്ക് നിയമപരമായി വിവാഹബന്ധം ഏർപ്പെടുത്തിയിട്ട് എത്ര പേരെ വേണമെങ്കിലും വിവാഹം കഴിക്കാം നിയമപരമായിട്ടില്ല. അല്ലെങ്കിൽ 2 പേർക്കും പരസ്പര സമ്മതമാണെങ്കിൽ ലിവിങ് ടുഗദറിൽ പോകാം. അല്ലെങ്കിൽ 2 പേർക്കും പരസ്പര സമ്മതമാണെങ്കിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം. ഇതൊന്നും ഒരു പ്രശ്നമൊന്നുമല്ല ഈ നാട്ടിൽ. പക്ഷെ ഇയാൾ ആരാ? പൊതുമധ്യത്തിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയാണ്, മന്ത്രിയാണ്. പറയട്ടെ, അങ്ങോട്ട് വരാം. കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ഒരു മന്ത്രിയാണ്. ഇനി മന്ത്രിക്കായിക്കൂടെ, മന്ത്രിക്കില്ലേ വികാരങ്ങളും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷെ നീ എന്തിനാടാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വിളിച്ചോണ്ട് വീഡിയോ ചെയ്തേ? നീ എന്തിനാടാ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രസംഗിച്ചേ? നീ എന്തിനാടാ നിനക്കെതിരെ മത്സരിക്കാൻ ഇയാളൊന്ന് ഒറ്റയ്ക്ക് അങ്ങ് തെരഞ്ഞെടുക്കണോ അവിടുന്ന്? അതാണ് നിങ്ങളുടെ ആഗ്രഹം. അവിടെ മത്സരിക്കാൻ UDF കാരൻ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ വ്യക്തിപരമായിട്ട് അവനെ ആക്ഷേപിക്കാൻ നീ ഉണ്ടാക്കി വെച്ചേക്കുന്ന പേപ്പറുകളൊക്കെ ഞങ്ങൾക്ക് എന്തുവാന്ന് വൃത്തിയായിട്ട് അറിയാം. അതായത് നിനക്കെതിരെ മത്സരിക്കാൻ വരുന്ന സ്ഥാനാർത്ഥിയെ വിവാദത്തിൽപ്പെടുത്താൻ നീ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കും അറിയാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. അതിന്റെയൊക്കെ മണ്ടയ്ക്ക് ദൈവമുണ്ട്. ദൈവമല്ല മോനെ, പുതുപ്പള്ളി പള്ളിയിൽ ഒരു സ്പെഷ്യൽ കല്ലറയിൽ ഒരു മനുഷ്യൻ ഇറങ്ങുന്നുണ്ട്, ഒരു പുണ്യാളൻ. ശരിക്കും അയാൾ നീതിമാനായിരുന്നു. മരണശേഷം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ കരുത്തനാണ് മരണപ്പെട്ട ഉമ്മൻചാണ്ടി. അങ്ങ് സ്വർഗലോകത്ത് ദൈവത്തിന് ഇപ്പുറത്തൊരു കസേരയിട്ട് അദ്ദേഹം ഇരിപ്പുണ്ടായിരിക്കും. ഒരുപക്ഷെ ദൈവം അയാളോട് ചോദിച്ചിട്ടുണ്ടാകും, എന്താ ചാണ്ടി നിനക്കൊരു വിഷമം? അപ്പൊ ചാണ്ടി പറഞ്ഞിട്ടുണ്ടാകും, എന്നെ നശിപ്പിച്ച, ഞാൻ ചെയ്യാത്ത തെറ്റിന് നാട് മുഴുവൻ എനിക്കെതിരെ കള്ളപ്രചരണം നടത്താൻ നേതൃത്വം കൊടുത്തൊരുത്തനുണ്ട്. ഞാൻ എൻ്റെ മകനേക്കാൾ സ്നേഹിച്ചൊരുത്തൻ, അവനിപ്പോഴും ഞെളിഞ്ഞു നടക്കുകയാണ്, എൻ്റെ മക്കളെ കുറ്റം പറയുകയാണ്, എന്നെ ഉപദ്രവിക്കുകയാണ്. ദൈവം അത് കേട്ടിട്ടുണ്ടാകും. അതിന് ദൈവം കൊടുത്തതായത്. ഇത് ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നും അല്ലല്ലോ. ഇദ്ദേഹം പതിറ്റാണ്ടുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഇന്നലെ ഒരു വാഹനത്തിൽ 2ാം ഭാര്യയെ ആ വീട്ടിലെത്തിച്ചത് ആ ദൈവമായിരിക്കും. അവിടെ നിന്ന് ഇവർ ചിത്രങ്ങൾ പകർത്തിയപ്പോൾ, ഇവരെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ മർദ്ദിച്ചപ്പോ, കരഞ്ഞ് നിലവിളിച്ച് പുറത്തേക്ക് ഓടിയപ്പോ, അവരെ സഹായിക്കാൻ 112 വിളിച്ചപ്പോ, ഒരു പോലീസുകാരനോ ഒരു പോലീസുകാരിയോ, ആ വീടിന് കാവൽ നിൽക്കാൻ വന്ന പിങ്ക് പോലീസുകാരിയോട് കൂടിയാ പറയുന്നേ,
നിങ്ങൾ സ്ത്രീക്കൊപ്പം അല്ല നിന്നത്, നിങ്ങൾ മന്ത്രിയുടെ പവറിനൊപ്പമാണ് നിന്നത്, കീഴൂട്ട് തറവാട്ടിന്റെ പ്രൗഢിക്കൊപ്പമാണ് നിന്നത്. നിങ്ങൾക്ക് മന്ത്രിയെ ഭയമാണ്, സിസ്റ്റത്തെ ഭയമാണ്. പക്ഷെ ഭയമില്ലാത്തൊരു മനുഷ്യനുണ്ട് കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയൻ. താങ്കളിൽ ഇപ്പോഴും ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമുണ്ട് സാർ. സഖാവേ, പ്രത്യേകിച്ച് സ്ത്രീ സംബന്ധമായ വിഷയങ്ങൾ നിങ്ങൾ അത് വെച്ചു ഉറപ്പിക്കില്ല. കാരണം താങ്കൾക്കുമുണ്ട് ഒരു മകൾ, ഒരിക്കൽ മനസ്സു നിന്നൊരു മകൾ. ആ മകളുടെ ഇഷ്ടത്തിനനുസരിച്ച് താങ്കൾ ജാതിയോ മതമോ നോക്കാതെ ഒരു വിവാഹം നടത്തി കൊടുത്തപ്പോൾ താങ്കൾക്ക് കൈയടിച്ചവരാണ് ഇവിടെയുള്ള എല്ലാവരും, ഇല്ലെന്നൊന്നും പറയില്ല. മക്കളാണ് പുള്ളിയുടെ വീക്ക്നെസ്. പുള്ളിനെ എത്ര തള്ളി പറഞ്ഞാലുമല്ല, ആ മകളുടെ സങ്കടത്തിന്റെ വേദന കൃത്യമായി അറിയുന്ന ആളാണ് പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പെണ്ണുപിടിയന് സീറ്റ് കൊടുക്കണമോ വേണ്ടയോ എന്ന് പിണറായി വിജയന് തീരുമാനിക്കാം. ഇടതുപക്ഷത്ത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കോൺഗ്രസ് കാണിച്ച ധാർമ്മികതയുണ്ടല്ലോ. എന്താ, രാഹുലിനെതിരെ പരാതി ഉണ്ടായിരുന്നു? ഇല്ല. ഒരു സ്ക്രീൻഷോട്ടും ഒരു വോയിസ് ക്ലിപ്പും പുറത്ത് വന്നപ്പോൾ തന്നെ പാർട്ടി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ, ഇത്തവണ മത്സരിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇടതുപക്ഷ മുന്നണിയുടെ കരുത്തൻ എന്ന് നിങ്ങൾ പറയുന്ന KB ഗണേഷ് കുമാർ, അയാൾ ചെയ്ത തെറ്റെന്താ? അവിഹിതം കണ്ടുപിടിച്ചപ്പോൾ ഭാര്യയെ തല്ലിച്ചതച്ചു. അയാൾ തല്ലിയെങ്കിൽ പോട്ടെന്ന് വെക്കാൻ പറ്റില്ലെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ കൊണ്ട് തല്ലിപ്പിച്ചു. അതുകൂടാതെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് 112 വിളിച്ചത് വട്ടുണ്ടായത് കൊണ്ടാണ്. അത് അയാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ബിന്ദു ബെനോൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായി. അവർ പറയുന്നുണ്ട് കൃത്യമായിട്ട് 112 വിളിച്ചത് എനിക്ക് വട്ടുണ്ടായത് കൊണ്ടാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത്. രാഹുലെ, പ്രണയമൊക്കെ ഏത് പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാവും. രാഹുൽ ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ മടങ്ങി പോവാണ്. 99 വയസ്സുള്ള മുത്തശ്ശനും 99 വയസ്സുള്ള മുത്തശ്ശിക്കും പ്രണയിക്കാം, ഒരു പ്രശ്നമൊന്നുമില്ല. അത് വിവാഹം കഴിച്ചവനും വിവാഹം കഴിക്കാത്തവനും പ്രണയിക്കാം. ആർക്ക് വേണമെങ്കിലും ഈ നാട്ടിലെ സർവ്വചരാചരങ്ങൾക്കും പരസ്പരം പ്രണയിക്കാം, അതൊന്നും പ്രശ്നമില്ല. പിന്നെ ഞാനത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ നിൽക്കരുത്. ചെയ്യുന്നവരെ നോക്കിയിട്ട് കൊഞ്ഞണം കുത്തി കാണിക്കാൻ നിൽക്കരുത്. ഇദ്ദേഹം പറഞ്ഞത് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തതുപോലെ ഒന്നും ഞാൻ ചെയ്തില്ല, ആർക്കും ഗർഭം ഉണ്ടാക്കി കൊടുത്തില്ല, പ്രായമായതുകൊണ്ടായിരിക്കും. പിന്നെ പാലക്കാട് ഗർഭനിരോധന സ്ഥാപനങ്ങളൊന്നും രാഹുൽ മാങ്കൂട്ടം കാരണം ഇല്ല. രാഹുൽ ചെറുപ്പമല്ലേ, 35-36 വയസ്സല്ലേ ഉള്ളൂ. ഇത് 19 വയസ്സായില്ലേ, അതുകൊണ്ടായിരിക്കും. അല്ലാതെ നമ്മൾ എന്താ മറുപടി പറയാ ഇതിനകത്ത്? അല്ല, ഇയാൾ പറയുന്നത് എന്താ? ഞാൻ നാട് മുഴുവൻ പാലം പണിതു, നാട് മുഴുവൻ റോഡ് പണിതു, നാട് മുഴുവൻ വെള്ളം കൊടുത്തു, നാട് മുഴുവൻ വിദ്യാലയങ്ങൾ പണിഞ്ഞു. നീ 25 വർഷമായിട്ട് MLA ആടോ? തന്റെ കുടുംബത്തിൽ നിന്നല്ലടോ ഈ പണം കൊണ്ടുവന്നത്? അല്ല, ഇതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പത്തനാപുരത്തുകാർക്ക് തന്നെ അറിയാം. ഇയാൾ പത്തനാപുരത്തുകാരനാണോ? ഇയാൾ ജ്യോതികുമാർ ചാമക്കാലോട് ചോദിക്കുന്നത് അഞ്ചക്കാരൻ ഇവിടെ എന്താ? ഇയാളെന്താ പത്തനാപുരത്ത്? ഞാൻ കൊട്ടാരക്കരക്കാരനാണോ? പാളകത്ത് കിടക്കുന്നവൻ. ഇയാൾ പത്തനാപുരം ഇയാൾ അങ്ങ് അഡ്രസ് ആക്കി വെച്ചിരിക്കുക. എന്നെ നിന്റെ നാടല്ലേ പത്തനാപുരം? അതെ. ഇയാൾ വരുത്തൻ അയാളാണോ പറഞ്ഞത് പത്തനാപുരത്തുകാർക്ക് തന്നെ അറിയാം? പത്തനാപുരത്താർ ഇത് പത്തനാപുരത്തായിരുന്നു കീറി വെച്ചേക്കുന്ന. നല്ല സ്ഥാനാർത്ഥി വന്നില്ല. കഴിഞ്ഞാണ് കോൺഗ്രസിലുള്ള കുറെ അവന്മാർ തിരിച്ചു കുത്തിയതുകൊണ്ട് മറ്റേ പുള്ളി തോറ്റു, ഇയാൾ ജയിച്ചു. ഇനി ഇയാൾ ജയിക്കുമായിരിക്കും, എനിക്കറിയത്തില്ല. പത്തനാപുരത്ത് അത്രയും വൃത്തികെട്ടവന്മാരാണ്. അല്ല, അങ്ങനെ ജയിക്കുന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം ഇത് അതാ ഞാൻ ചോദിച്ചത്, ഒരു സമൂഹത്തെ തന്നെ ഇയാൾ പറഞ്ഞോണ്ടിരിക്കുകയാണ് ഞാനങ്ങ് ജയിക്കുന്നു. അത് ചോദിച്ചാൽ പത്തനാപുരത്ത് അത്രയ്ക്ക് വൃത്തികെട്ടവന്മാരാണോ? ഒന്നുമല്ല. ഇയാൾക്ക് അനുകൂലിച്ചുകൊണ്ട് അവിടെ വന്ന് പെയ്ഡ് വാർത്ത ചെയ്യുന്ന പെയ്ഡ് ചാനലുകളുടെ കമന്റ് ബോക്സ് നോക്കിയാൽ മതി ജയിക്കത്തില്ലയോ എന്നുള്ളത്. പിണറായി വിജയന്റെ ഭരണം സ്ത്രീപക്ഷപാതമാണെങ്കിൽ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ആൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം. ഞാൻ പറയുന്നത് മത്സരിക്കണം. ജനവിധിയിൽ പരാജയപ്പെടും. അല്ലെങ്കിൽ ഇയാൾ പറയും സീറ്റ് ഇടാത്തോണ്ടായി തോറ്റു പറയും. ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. രാഹുലെ, ഇവരെ അനുകൂലിക്കാനും കുറെ എണ്ണം ഇപ്പൊ അല്ല, 2 ദിവസം മുമ്പോട്ടേ ഇറങ്ങിയിട്ടുണ്ട്. അത് പോട്ടെ, CPM-കാരൊക്കെ പറയുന്നത് ഇന്നലെ വിളിച്ചറിയുന്നല്ലോ. വൈകുന്നേരം 3 മണി വരെ ഞാൻ കീഴിട്ടുണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ഞാൻ നിനക്ക് ഫോട്ടോ വേണോ? അപ്പൊ താഴെ വന്നു. അപ്പൊ ഞാൻ താഴെ വന്നു. അല്ലേ, പ്രണയമാകാം. പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങളും പ്രണയിക്കട്ടെ. ഇത് പ്രണയമല്ലടാ.